ഡ്രൈവ് ചെയ്ത് എത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ വിമാനത്താവളത്തിൽ. അദ്ദേഹം ഹൈദരാബാദിലേക്കുള്ള യാത്രയിലേക്കാണ്. അപ്പോൾ 7 മാസത്തിന് ശേഷം മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിർമ്മാണ പങ്കാളിയും സന്തത സഹചാരിയുമായ ആന്റോ ജോസഫിനൊപ്പം അദ്ദേഹം ചെന്നൈ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എങ്കിലും മാധ്യമങ്ങളെ അഭിവാദ്യം ചെയ്ത് ഇപ്പോൾ വിമാനത്താവളത്തിനുള്ളിലേക്ക് കടന്നു പോവുകയാണ്. മമ്മൂട്ടി സംസാരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ എത്തി മാധ്യമങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ തന്നെയും മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ നിമിഷമാണ്. നമ്മുടെ കൺവട്ടത്ത് നിന്നും അധികം മാറി നിന്നിട്ടില്ലാത്ത ഒരു താരമാണ്, പ്രിയപ്പെട്ട താരമാണ് മമ്മൂട്ടി. എന്നാൽ കഴിഞ്ഞ 7 മാസമായി അദ്ദേഹം ആരോഗ്യ സംബന്ധമായ ചികിത്സയുടെയൊക്കെ തന്നെ ഭാഗമായി പൂർണ്ണമായും ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു. ശേഷം നമ്മളിതാ 7 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണുകയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂട്ടി എത്തിയിരിക്കുകയാണ്. സ്റ്റൈലിഷായി തന്നെ പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം സിനിമാ അഭിനയത്തിലേക്ക് മടങ്ങുന്നു. മമ്മൂട്ടി ഈസ് ബാക്ക്. ഇപ്പോൾ ജെവിൻ ടുട്ടു ചേരുകയാണ് വിവരങ്ങളുമായി. ജെവിൻ, ഏതൊരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് നമ്മുടെയൊക്കെ തന്നെ കൺമുന്നിൽ. പ്രത്യേകിച്ചും ഈ പൊതുപരിപാടികളിലടക്കം സിനിമയ്ക്ക് അപ്പുറം ഉള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ തന്നെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ശ്രീ മമ്മൂട്ടി. അദ്ദേഹമില്ലാത്ത വലിയ പരിപാടികൾ ചുരുക്കമായിരുന്നു കൊച്ചി. ഇപ്പോൾ അദ്ദേഹം ഒരു വിശ്രമം എടുത്തു, 7 മാസത്തെ വിശ്രമം. ശേഷം അദ്ദേഹം തൻ്റെ കർമ്മരംഗത്തേക്ക് പൂർണ്ണ ആരോഗ്യവാനായി സന്തോഷത്തോടെ മടങ്ങിയെത്തുന്നു. അതിന് മുന്നോടിയായി ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ മമ്മൂട്ടി നമ്മൾ 7 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയാണ്. അനൂപ്, ഞാനിപ്പോൾ ചെന്നൈ വിമാനത്താവളത്തിന് അകത്താണ് നിൽക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലിയ ത്രില്ലിലാണ്, സന്തോഷത്തിലാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി പ്രത്യേകിച്ച് മലയാളികൾ അടക്കം ലോകമെമ്പാടുമുള്ള മലയാളികൾ VIP-കൾ കാണാൻ കാത്തിരുന്ന ഒരു ആളെ ഒക്കെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടതിൻ്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട് എന്ന് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിയാവില്ല. നമുക്ക് ഇപ്പോൾ ഇത് ചെന്നൈ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിമാനത്താവളത്തിനകത്ത് കയറി ഇപ്പോൾ എൻട്രി ചെക്കിംഗ് കടന്ന് മുന്നോട്ട് പോകുന്നു. 6:15-നാണ് മമ്മൂട്ടിയുടെ ഫ്ലൈറ്റ് ഹൈദരാബാദിലേക്ക്. നിലവിൽ ഉള്ള സ്ഥിതി അനുസരിച്ച് മമ്മൂട്ടി നാളെ തന്നെ പാട്രിയോട്ട് സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്യും. ആ സിനിമയിലേക്ക് മമ്മൂട്ടി 6 മാസത്തിന് ശേഷം വീണ്ടും വരികയാണ്. മമ്മൂട്ടി എവിടെയും പോയിട്ടില്ല, മമ്മൂട്ടി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. മമ്മൂട്ടി ഒരു ചെറിയ ഇടവേള എടുത്തു എന്ന് മാത്രമാണ് മലയാളികൾ എല്ലാവരും പരസ്പരം പറയുന്നത്. ഈ ചെറിയ ചികിത്സയെ തുടർന്നുള്ള ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ മമ്മൂട്ടി ഇതാ വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുന്നു. മലയാളികളെല്ലാം കാണാൻ കാത്തിരുന്ന ഇത്ര കാലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ വെയിറ്റ് ചെയ്ത ഒരാളെ നേരിൽ ഇപ്പോൾ വീണ്ടും കണ്ടതിൻ്റെ ഒരു ത്രില്ല് കൂടി ഉണ്ട് എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ ഹൈദരാബാദിൽ അടുത്ത 9 ദിവസവും അതിനുശേഷം UK-യിലും മറ്റു ചില സ്ഥലങ്ങളിലുമായി നടക്കും, കൊച്ചിയിലും നടക്കും. അങ്ങനെ വീണ്ടും മലയാളത്തിന്റെ ജെവിൻ